ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെറുപയർ പായസമാട്ടോ. 1/2 കിലോ ചെറുപയർ പരിപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കളറൊന്നും മാറാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയാവും. നല്ലൊരു മണം വരില്ലേ, ആ സമയമാകുമ്പോൾ ഇതൊന്ന് നമുക്ക് ഓഫാക്കാം. ഇനി പരിപ്പ് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഞാൻ പരിപ്പ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 1 ലിറ്റർ തേങ്ങയുടെ 2ാം പാലില്ലേ, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. 1 ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് 2 വിസിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. പരിപ്പ് നല്ലപോലെ വെന്ത് ഉടയാൻ പാടില്ല, ചെറിയ തരിതരിപ്പോടു കൂടി വേണം കിട്ടാനായിട്ട്. ഇനി 3/4 കിലോ വെല്ലം 1 ഗ്ലാസ് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് അലിയിച്ച് പാവാക്കി എടുക്കണം. ഇതുപോലെ കറുത്ത വെല്ലം വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ലൊരു കളറ് കിട്ടുക. വെല്ലമെല്ലാം നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ ഒന്ന് അരിച്ചെടുക്കണം. ഞാനിതാ വെല്ലം നല്ലപോലെ ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 6 പച്ച തേങ്ങയാട്ടോ വേണ്ടത്. 1/4 കിലോ പരിപ്പിന് 3 തേങ്ങ, 1/2 കിലോ ആയതുകൊണ്ട് 6 തേങ്ങ കേട്ടോ. ഇതുപോലെ വൃത്തിയുള്ള ഒരു തുണിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് നനച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അമർത്തി പിഴിഞ്ഞെടുക്കണം കേട്ടോ. നമ്മുടെ തേങ്ങയുടെ 1ാം പാലാണിത്. നന്നായി പിഴിഞ്ഞെടുക്കണം, വെള്ളം ചേർക്കരുത് കേട്ടോ. ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇതാണ്ടോ, പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചണ്ടി കിട്ടും കേട്ടോ. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാനാണ്. ഇതിൽ നിന്നും എനിക്ക് 6 ഗ്ലാസ് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1ാം പാല് 6 തേങ്ങയിൽ നിന്നും 6 ഗ്ലാസ്. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. നന്നായി അരഞ്ഞിട്ട് അതിൻ്റെ പാലെല്ലാം പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇതൊന്ന് അരച്ചെടുത്തിട്ട് അതുപോലെ തന്നെ തോർത്തിലിട്ടിട്ട് പാല് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കിതിൽ നിന്നും ഒരു 8 ഗ്ലാസ് 2ാം പാലാട്ടോ കിട്ടിയത്. വെള്ളം ചേർത്ത് അരച്ചതല്ലേ, അതുകൊണ്ട് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നല്ലപോലെ പിഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങയുടെ 2ാം പാലും എടുക്കാം കേട്ടോ. ഞാനിതെല്ലാം പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ആ വേസ്റ്റ് ആട്ടോ ഇത്. ഇതിൽ നിന്നും പാലൊന്നുമില്ല. ഇനി നമുക്കിത് കളയാട്ടോ. 2ാം പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു അളവിൽ ലൂസിലാട്ടോ നമ്മുടെ 2ാം പാൽ ഉണ്ടായിരുന്നത്. വെള്ളപ്പാവും 1ാം പാലും 2ാം പാലും ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ടാട്ടോ ഇങ്ങനെ പിരുത്ത പോലെ. പക്ഷേ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ഇതാണ്ടോ, ഇതുപോലെ തരിതരിപ്പിൽ വേണം നമ്മുടെ പരിപ്പ് വേകാനായിട്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മുടെ വെല്ലപ്പാവില്ലേ, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കണം. നല്ല മധുരം ആവശ്യമുള്ളവർക്ക് ഒരു 2 അച്ച് വെല്ലം കൂടെ വേണം ചേർക്കാം. പക്ഷേ ഈ ഒരു 3/4 കിലോ തന്നെ കറക്റ്റായിരുന്നു കേട്ടോ. അതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക. ഇതാണ്ടോ, ഈ ഒരു തരിതരിപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പായസത്തിനും. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് തേങ്ങയുടെ 2ാം പാലില്ലേ, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വരുന്ന പാകം, തിളയ്ക്കാൻ പാടില്ല, ചെറുതായിട്ട് ഇതേപോലെ ഒരു നുര വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം 1ാം പാൽ ചേർത്ത് കൊടുക്കുക. 1ാം പാൽ ചേർത്താൽ തിളയ്ക്കുകയോ ചൂടാകുകയോ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഞാനിതാ 1ാം പാൽ കൂടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. സ്റ്റവ് ഓഫിലാണ്, പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി വെക്കുക. അതിനുശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കൊപ്ര തേങ്ങയില്ലേ, അതാട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട്. കൊപ്ര ഇല്ലെങ്കിൽ പച്ച തേങ്ങ ആയാലും മതി, പക്ഷേ കൊപ്ര ആയാലാട്ടോ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഒരു 6 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ നമ്മുടെ ഈ തേങ്ങയില്ലേ, അതുകൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് സിമ്മിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരണം. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഈ ഒരു കളറിൽ വേണം നമുക്കിത് വറുത്ത് കോരാനായിട്ട്. ആ എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് അതും നല്ലപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. മുന്തിരിങ്ങയും അതുപോലെ ഒന്ന് വറുത്ത് കോരുക കേട്ടോ. മുന്തിരി ഇടുമ്പോൾ സിമ്മിൽ വെക്കണേ. ഇട്ട് കഴിഞ്ഞതും ചെറുതായിട്ടൊന്ന് ബബിൾസ് വന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ ഓഫാക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുന്തിരിയെല്ലാം കരിഞ്ഞു പോകും. ഞാനിതാ മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബാക്കി വന്ന നെയ്യ് നമുക്ക് അരിച്ചിട്ട് ആ പായസത്തിൽ ചേർക്കാം കേട്ടോ.
ഇനി ഏലക്കായ ഒരു 13 ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കിലോന് നല്ലപോലെ ചൂടാക്കി വിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പായസം നല്ലൊരു മണം കിട്ടുക കേട്ടോ. അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വറുത്ത് വെച്ചതെല്ലാം നമുക്ക് ഈ പായസത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആ ഏലക്കായില്ലേ പൊടിച്ചത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു 4 സ്പൂൺ നെയ്യ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് നമ്മുടെ പായസം ഇളക്കിയെടുക്കണം. ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ പായസം കിട്ടും കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഇതുണ്ടോ ചൂടാറി വന്നപ്പോൾ നല്ലതുപോലെ ഒന്ന് കട്ടയായി വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ പാവാട്ട മേലെയെല്ലാം തെളിഞ്ഞ് നിൽക്കുന്നത് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ട് കുറുകിയ ചെറുപയർ പായസം തയ്യാറായിട്ടുണ്ട് കേട്ടോ. മേലെ ഇതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ച തേങ്ങയില്ലേ അതുകൂടെ ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.